Hi friends, JENY'S vlogിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ലോക്ക്ഡൗൺ ആണ്. നമുക്ക് പുറത്തൊന്നും പോകാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് ഇവിടുത്തെ ലഞ്ചിന്റെ ഒരു വീഡിയോ തയ്യാറാക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഈ സൺഡേയിൽ ലഞ്ച് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. മെയിനായിട്ട് ഞാൻ ഇന്നതിൽ കാണിക്കുന്നത് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് മട്ടേരിയാണ്. അത് വെച്ച് ചോറും പിന്നെ സാധാരണ സൺഡേയിലാണ് ഇവിടെ മീൻ മേടിക്കാറുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം ഇന്ന് ലോക്ക്ഡൗൺ ആയ കാരണം ഇന്ന് മീനൊന്നും മേടിക്കാൻ പറ്റാത്ത കാരണം ഇന്നലെ പുറത്ത് പോയപ്പോൾ ഹസ്ബൻഡ് ബീഫ് മേടിച്ചു. അപ്പോൾ ബീഫ് വെച്ചൊരു ഫ്രൈ, ചക്കക്കുരു മാങ്ങ വെച്ച് തേങ്ങ അരച്ചൊരു ഒഴിച്ചുകറി, പിന്നെ നമ്മുടെ അച്ചിങ്ങാപ്പാർ വെച്ചൊരു മെഴുക്കുവരട്ടി, പിന്നെ മീൻ വല്ലതും ഇന്ന് ഇതിലെ വരുവാണെന്നുണ്ടെങ്കിൽ കിട്ടുവാണെങ്കിൽ അത് വെച്ചൊരു ഫ്രൈ ഒക്കെയാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ അച്ചാറും കൊണ്ടാട്ടും പപ്പടമൊക്കെ ഉള്ളത് കാരണം അതും ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പം എപ്പോഴും പറയുന്നതിൻ്റെ തൊട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കല്ലോ, ഓളം ഓപ്ഷനും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ആദ്യമേ തന്നെ അരി ഇടാൻ കൊണ്ടുള്ള വെള്ളം വെച്ച് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലതായിട്ട് ചൂടായ വെള്ളത്തിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് കുത്തുവിളക്കെന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അരിയാണ്. ഇതാകുമ്പം നല്ല ചോറുമായിരിക്കും, പിന്നെ അധികം വേവ് നമുക്ക് ഇല്ല, അതുകൊണ്ടാണ് ഇത് മേടിക്കുന്നത്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ തീ ഓഫ് ചെയ്തൊന്ന് മാറ്റി വെക്കുകയാണ്. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് കഴിയുന്ന സമയത്തൊക്കെ ഒന്ന് തിളപ്പിച്ചൊന്ന് ഊറ്റിയിടുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബീഫാണ്. സാധാരണ സൺഡേയിൽ മീനാണ് വാങ്ങാറുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയ കാരണം ഇന്നലെ പുറത്തു പോയ സമയത്ത് ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഞാനൊരു ചട്ടിക്കകത്തിലേക്ക് ഇത് മാറ്റുവാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിലിട്ട് ഒരു 5-6 വിസിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫ് ഞാനൊരു ചട്ടിക്കകത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതൊരു 2.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇട്ട തവി വലുതായത് കാരണമാണ് 2 തവി ഇട്ടിരിക്കുന്നത്. 2.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നമുക്കൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 1.5 ടേബിൾ സ്പൂണോളം വരും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ബാക്കിയുടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇത്രയുമേ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ചെയ്യുന്നത് നമ്മളിത് ബീഫ് ഫ്രൈ ആക്കുന്ന സമയത്താണ്. ബാക്കി മസാലകളൊക്കെ ചേർത്ത് നമ്മൾ ഫ്രൈ ആക്കിയെടുക്കും. ഇപ്പോൾ ബീഫ് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ഇനി ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 6-7 വിസിൽ നമ്മൾ അടുപ്പിച്ച് വേവിച്ച് എടുക്കാം. ഒത്തിരി അങ്ങ് വേവിക്കണം. നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് ഒരു 90% നമുക്ക് ബീഫ് വെന്ത് കിട്ടിയാൽ മതി. ബാക്കി നമ്മൾ ഉലർത്തിയെടുക്കുന്നതാണ്. ആ സമയത്താണ് അത് വെന്ത് കിട്ടുന്നത്. പിന്നെ കറിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ മസാലയൊക്കെ വരട്ടിയിട്ട് അതിലേക്ക് തന്നെ ബീഫ് ചേർത്ത് വേവിച്ചെടുക്കാം. കാരണം ഇവിടെ കുറച്ച് ഫ്രൈ ആയിട്ട് എടുക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും, എനിക്ക് മെയിനായിട്ട് ഇഷ്ടമുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി ബീഫിൻ്റെ 2-3 റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇതൊരു 6 വിസിലടിക്കാൻ വേണ്ടി നമുക്ക് അടുപ്പിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാനൊരു 10 ചക്കക്കുരു എടുത്തിട്ട് ചിരണ്ടി വെച്ചിട്ടുണ്ട്. ചിരണ്ടാനുള്ള മടി കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കൊരു 2 നേരം ഉച്ചയ്ക്കത്തേക്കും വൈകുന്നേരത്തേക്കും നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും മതി. അതുപോലെ ഒരു മാങ്ങ എടുത്തിട്ട് ഇതിൻ്റെ ഒരു പുളർപ്പ് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. അപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ചക്കക്കുരു തയ്യാറാക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതൊരു 4ആയിട്ട് കീറി വേണം ചക്കക്കുരു എടുക്കാൻ. ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഈ അടുപ്പിലോട്ട് നമുക്ക് ചക്കക്കുരു മാങ്ങ വെക്കാം. അപ്പോൾ ഞാൻ ചക്കക്കുരു മാങ്ങയും നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഉപ്പ് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് എരിവിന് പച്ചമുളകാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അത് കീറിയിടുക. ഒരു 2-3 പച്ചമുളക് കീറിയിടാം.
ഞാനിപ്പം അരപ്പ് തയ്യാറാക്കുന്നതിനകത്തിൽ കാന്താരിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇടാറുന്നത്. അരപ്പിന് തേങ്ങയുടെ ഒപ്പം ഞാൻ കാന്താരി അങ്ങ് അരയ്ക്കത്തേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അച്ചിങ്ങാപ്പയറെല്ലാം ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അതൊന്ന് 1 ഇഞ്ച് നീളത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഞാനിതിൽ പച്ചമുളകും സവാളയും ചേർക്കുന്നുണ്ട്. അത് സെപ്പറേറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് ഇതിലേക്ക് അച്ചിങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം അച്ചിങ്ങ തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ പയറെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ 1 പച്ചമുളക് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിത് ക്രഷ് ചെയ്ത ചില്ലി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ വലിപ്പമുള്ള 1 പച്ചമുളക് മാത്രമേ ഞാനിവിടെ അരിഞ്ഞ് ചേർക്കുന്നുള്ളൂ. അതേപോലെ 1 സവാള എടുത്തിട്ടുണ്ട്. അപ്പം അച്ചിങ്ങ മെഴുക്കോട്ടി വെക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ചക്കക്കുരുമാങ്ങ ഏകദേശം ഒക്കെ ഒന്ന് വേവായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു 2-3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അല്ലിയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കാന്താരിയാണ്. അത് ഇതിന് നല്ല എരിവുള്ള കാന്താരിയാണ്. പഴുത്തതും പച്ചയുമായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈയിടെ വീട്ടിൽ പോയപ്പം ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് കുറേ ഉണ്ട്. ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് കാന്താരിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഒരു 10 കാന്താരിയോളം എടുത്തിട്ടുണ്ട്. ഇതിൽ ലേശം ഒരു പിഞ്ച് നമ്മുടെ നല്ല ജീരകം കൂടെ ഞാൻ അരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സിക്കകത്തിട്ട് മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ വെച്ചിട്ട് കുറച്ച് നേരമായി, ഒന്ന് നോക്കാം. അപ്പോൾ ചക്കക്കുരു മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ അരപ്പ് അരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് ചക്കക്കുരു ഒന്ന് ഉടച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പെടുത്ത മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു വെച്ച് നമുക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. അതിനുശേഷം നമുക്ക് കടുക് പൊട്ടിച്ച് മാറ്റി വെക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വാങ്ങി വെക്കാം. കടുക് പൊട്ടിക്കാൻ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1-1.5 ടേബിൾ സ്പൂൺ മതി. ഇപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 2 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾ പൊടി, ഒരു പിഞ്ച് മുളക് പൊടി. അപ്പോൾ ഇതിനെ നമുക്ക് കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതേ പാൻ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പയർ മെഴുക്കോട്ട് വെക്കാൻ കൊണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു 2 വെളുത്തുള്ളിയുടെ അല്ലി, ഒരു പച്ചമുളകാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ഒരു സവാള. ഒത്തിരി നല്ല ഫ്രൈ ആയിട്ടൊന്നും മൂക്കണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇതിലേക്ക് ഒരു 2 കറിവേപ്പില, ഇതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷനിലാണ്, താല്പര്യം മാത്രമേ ഇട്ടാൽ മതി കേട്ടോ. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അച്ചിങ്ങാപ്പയർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ചെറു തീയിൽ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. തുള്ളി പോലും വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കരുത്. ചെറിയ തീയിൽ സമയം എടുത്തിട്ട് വേണം ഇത് മെഴുക്ക് വരട്ടിയാക്കി എടുക്കാൻ കൊണ്ട്. അങ്ങനെ എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക.
അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പയറിവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണമായിരുന്നു. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്ത കാരണം പെട്ടെന്ന് അടിക്കൊക്കെ പിടിക്കും. പിന്നെ ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല, എന്നാലും സവാളയൊക്കെ ചേർത്തുകൊണ്ട് അടിക്കൊക്കെ പിടിക്കും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് വാങ്ങി വെക്കാം. ഇതേ അടുപ്പിൽ തന്നെ നമുക്ക് ബീഫ് നമ്മുടെ വെന്തിരിപ്പുണ്ട്, അത് നമുക്ക് പുലർത്തിയെടുക്കാം. അപ്പം ഞാനൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ആയിട്ട് ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ബീഫ് ഫ്രൈയുടെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതിലേ അങ്ങ് പറഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഐക്കാർഡിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാനിവിടെ കുറേ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു കൈപ്പിടി ചെറിയ ഉള്ളി, അതേപോലെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ കടുക് പൊട്ടിയിട്ടുണ്ട്. ചെറിയ ഉള്ളി സവാളയും ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചെറുതായതാണ്, ഞാൻ മുഴുവനെയാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ സവാള ഉള്ളിയൊക്കെയാണ് വാടിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം, പച്ചമുളക് ചേർത്ത് കൊടുക്കാം, ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം ഒരു 2 തണ്ട് കറിവേപ്പിലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന കാശ്മീരി മുളക് പൊടിയൊക്കെ ആയത് കാരണം നന്നായിട്ട് ഇതിൻ്റെ പച്ചക്കുത്തൽ പോയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികൾ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ പോലും അതിനകത്ത് നിറയെ വെള്ളമാണ്. അപ്പോൾ ആ വെള്ളം കൂട്ടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇത് ഫ്രൈ ആയി കിട്ടണമെങ്കിൽ ഈ വെള്ളം നന്നായിട്ട് വറ്റി കിട്ടണം. അപ്പോൾ അതിന് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഈ ബീഫ് വെച്ച് കൊടുക്കാം. അപ്പം ഇതിലെ വന്നിടത്തുനിന്ന് മത്തി മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴത്തേക്ക് മാത്രമേ വറക്കുന്നുള്ളൂ. 8 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് വെട്ടി ക്ലീൻ ചെയ്ത് അരഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത് പച്ചക്കുരുമുളക് വെച്ചിട്ടാണ്. അപ്പം ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഈ കുരുമുളക് നന്നായിട്ട് കഴുകി ഇതിൻ്റെ ചുക്കിലിയെല്ലാം നോക്കി വെച്ചിരിക്കുന്നതാണ്, കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മണിയൊന്ന് ഇറുത്തെടുക്കാം. ഇവിടെ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 3-4 ചെറിയ ഉള്ളി, അതേപോലെ ഒരു 5-8 എണ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പം ഞാനിത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ മിക്സ് എടുക്കുന്നതിനകത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാന്താരിയുടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഭയങ്കര എരിവായ കാരണം നമ്മൾ കുറച്ചേ മത്തി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ചേർക്കാഞ്ഞത്. അപ്പോൾ ഇനി മത്തി നമുക്ക് ഇതിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മത്തി ഞാൻ നന്നായിട്ടൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് മിക്സിനകത്തിൽ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നേരം അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ നോക്കുന്നുണ്ട് നമ്മുടെ ബീഫ് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി കിട്ടണമെങ്കിൽ ലേശം വെളിച്ചെണ്ണയുടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് 1 ടേബിൾ സ്പൂണൂടെ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടേക്ക് കുറച്ച് തേങ്ങ ഒന്ന് കൊത്തി വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇതിനകത്ത് വറുത്താണ് ചേർക്കുന്നത്. പക്ഷെ നമുക്ക് ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇത് കുറച്ച് ഇതിലാദ്യം കിടന്ന് നമ്മൾ 2-3 വട്ടമൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ ഈ തേങ്ങ നന്നായിട്ട് മുരിഞ്ഞോളും. അപ്പോൾ ഇങ്ങനെ തന്നെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം.
ഒരു തേങ്ങയുടെ ഒരു മുറി എടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫ് ഫ്രൈയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് തേങ്ങാക്കൊത്ത് ഇടുന്നതാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ കിടന്നൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ കഞ്ഞി നമുക്കൊന്ന് വാർത്തിടാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വെക്കാം. ഇനി നമുക്ക് മത്തി ഒന്ന് വറുത്തിടണം. ഇതിലേക്ക് ഞാനൊരു 2-3 കറിവേപ്പിലയുടെ തണ്ടോടുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പുരട്ടി വെച്ചിരിക്കുന്ന മത്തി നമുക്ക് ഓരോന്നായിട്ട് കറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ മത്തി നമുക്ക് അപ്പുറം ഇപ്പുറം മറിച്ചും തിരിച്ചു വിട്ട് നന്നായിട്ടൊന്ന് മുരിച്ച് വറുത്തെടുക്കാം. നമ്മുടെ മത്തി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കല്ല. ഓണം ഓപ്ഷനും വേറൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.